എൻ്റെ പേര് സിനിറ്റ. ഞാൻ മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ആൻഡ് ടെക്നോളജിയിലെ വൈസ് പ്രിൻസിപ്പൽ, അതോടൊപ്പം HOD ഓഫ് ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. മാഞ്ചസ്റ്റർ തുടങ്ങിയ കാലം മുതലേ ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണ്. മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിവിടെ ബേസിക്കലി പാരാമെഡിക്കൽ കോഴ്സസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ്, BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി കോഴ്സ്, ഒപ്റ്റോമെട്രി കോഴ്സ്, MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇങ്ങനെ 4 കോഴ്സസാണ് നമ്മളിവിടെ നടത്തി വരുന്നത്. ഈ കോഴ്സസുകളുടെ PG അതുപോലെ തന്നെ BSc ഡിപ്ലോമ കോഴ്സസ് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കുമ്പം നമുക്കവിടെ ട്രെയിനിങ്, അതായത് ക്ലാസ്സസിനോടൊപ്പം ഓൺലൈൻ ക്ലാസ്സും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീക്ക് സ്റ്റുഡൻസിനെ നമ്മൾ പ്രത്യേകം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി അവർക്ക് പ്രത്യേകം സ്റ്റുഡൻസിന് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സസും ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കാറുണ്ട്. അവരുടെ എക്സാമിനേഷന് വേണ്ടി നമ്മൾ അവരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ, നമുക്കിവിടെ എല്ലാത്തിനും പ്രാക്ടിക്കൽ ലാബുകളുണ്ട്. 3 ഡിപ്പാർട്ട്മെൻറ്റും ലാബുണ്ട്. ഇവിടെ നമ്മൾ ലാബുകളിൽ ബേസിക് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ട്രെയിനിങ് കഴിഞ്ഞ് അവർ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം നമുക്ക് ടൈപ്പുള്ള ഹോസ്പിറ്റലും, ഇപ്പോൾ ഒപ്റ്റോമെട്രി ആണെങ്കിൽ ഒപ്റ്റിക്കൽസിലും, അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്കാനിങ് സെൻറ്റേഴ്സിലും ഡയഗ്നോസിസ് സെൻറ്റേഴ്സിലും ഒക്കെ നമ്മൾ കുട്ടികളെ ട്രെയിനിങ്ങിന് വിടും. 2ാം വർഷം മുതൽ 2ാം വർഷവും 3ാം വർഷവും നമ്മുടെ കുട്ടികൾ ട്രെയിനിങ്ങിന് വിടും. അതോടൊപ്പം കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പം അവരുടെ കാലിബർ അനുസരിച്ചും നമുക്ക് വരുന്ന വേക്കൻസി അനുസരിച്ചും ഞങ്ങൾ കുട്ടികളെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിങ്ങിന് ശേഷം നമ്മൾ ടൈപ്പായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ കുട്ടികളെ പോസ്റ്റിങ്ങിനും ട്രെയിനിങ്ങിനുമായിട്ട് വിടാറുണ്ട്. ഞങ്ങൾ മാതാ ഹോസ്പിറ്റൽ തെള്ളകം, അതേപോലെ തന്നെ ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നമ്മുടെ അലനാൻ ഹെബർ, അതുപോലെ തന്നെ ലെൻസ്കാർട്ട് എന്നീ സ്ഥാപനങ്ങളിലും അതുപോലെ വിവിധമായ ലാബുകളിൽ ഞങ്ങളുടെ കുട്ടികൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അവരുടെ പഠിത്തത്തിന് ശേഷം അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. പഠിത്തത്തിനോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ബാക്കി ആക്ടിവിറ്റീസ്, അതായത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതോടൊപ്പം അവരുടെ സമൂഹത്തിൽ, അതായത് നമ്മുടെ ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പം സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കാം എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട മോറലായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കൗൺസിലിംഗ് വരെ നമ്മളിവിടെ നൽകുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളോടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. KPIOSA എന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ വർഷം ഒരു കലോത്സവം സംഘടിപ്പിച്ചു. ആ കലോത്സവത്തിൽ നമ്മുടെ കുട്ടികൾക്കായിരുന്നു എല്ലാത്തിലും മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുകയും അതോടൊപ്പം സമ്മാനങ്ങൾ കരസ്ഥമാക്കാനും സാധിച്ചു. എവർ റോളിംഗ് ട്രോഫി നമ്മുടെ സ്ഥാപനത്തിനാണ് ലഭിച്ചത്. സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾ കോട്ടയത്തും അതുപോലെ തന്നെ ഏറ്റുമാനൂരും വിവിധതല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. AIDS ഡേ, അതുപോലെ തന്നെ ക്യാൻസർ ഡേ, വുമൻസ് ഡേ ഒക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഞങ്ങളുടെ ഓരോ കുട്ടിയും പഠിച്ചിറങ്ങുമ്പം ജോലിയോടൊപ്പം സമൂഹത്തിന് സേവനം നൽകാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തി വരുകയും ചെയ്യുന്നു. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ പുതിയ കോഴ്സസുകളും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാരാമെഡിക്കലിൽ തന്നെ വേറെ കോഴ്സസുകളും അതോടൊപ്പം ആർട്സ് ആൻഡ് സയൻസ് കോഴ്സസും. എളുപ്പം ജോലി ലഭിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ആവശ്യം. അതിന് സഹായകമായി ഞങ്ങൾ പുതിയ കോഴ്സസും ഡിപ്ലോമ കോഴ്സസും പ്രത്യേകം ഈ വർഷം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അഡ്മിഷൻ നമുക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ആൻഡ് ടെക്നോളജിയുടെ മാനേജിംഗ് ഡയറക്ടറും പ്രിൻസിപ്പളുമാണ് ഞാൻ. എൻ്റെ പേര് മിസ്സസ് ഹിൽഡ വർഗീസ്. ഈ മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ആൻഡ് ടെക്നോളജി ഏറ്റുമാനൂരിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷമാകുന്നുണ്ട്. ഈ 8 വർഷത്തിനുള്ളിൽ എൻ്റെ കൂടെയുള്ള ഞങ്ങളൊരു 5 പേര് കൂടി ഡയറക്ടേഴ്സ് ചേർന്നാണ് ഈ സ്ഥാപനം നടത്തുന്നത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ മിസ്റ്റർ പ്രമോദ് എന്ന് പറയുന്ന വ്യക്തിയും കൂടിയാണ് ഇതിൻ്റെ ഒരു ഐഡിയ ഇട്ടത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി 5 പേരും കൂടി ചേർന്ന് മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ആൻഡ് ടെക്നോളജി ഏറ്റുമാനൂർ പേരൂർ ജംഗ്ഷനിൽ 2017 തൊട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ 5 പേരും ഈ സ്ഥാപനം തുടങ്ങിയത് ഒരു പ്രോഫിറ്റിന് വേണ്ടിയോ ബിസിനസ്സായിട്ടോ അല്ല. പക്ഷേ അനേക കുട്ടികൾ ഇവിടെ വന്ന് ഇവിടെ ഈ കോളേജിൽ പഠിച്ച്
ഒത്തിരി കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഈ 8 വർഷത്തിനുള്ളിൽ. അവരെല്ലാവരും MOH എഴുതി വരെ പുറത്തു പോയ കുട്ടികളുണ്ട്. ഞങ്ങൾ 5 പേരും ഈ സ്ഥാപനം വളർത്തിക്കൊണ്ടുവരുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. നല്ല രീതിയിൽ ഈ കോളേജിനകത്ത് തന്നെ തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് രണ്ടും അറ്റ് ദ സെയിം ടൈം കൊടുത്താണ് കുട്ടികളെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ, മാതാവ് ഹോസ്പിറ്റൽ, അങ്ങനത്തെ ഉള്ള ഓരോ വലിയ വലിയ ഹോസ്പിറ്റലിൽ നമ്മൾ കുട്ടികളെ വിട്ട്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ഇവിടെയെല്ലാം വിട്ടാണ് നമ്മൾ ട്രെയിനിങ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ സ്ഥാപനത്തിനകത്ത് വളരെയേറെ ടീച്ചേഴ്സുണ്ട്. എല്ലാവരും UGയും PGയും കഴിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും. കോളേജിനകത്ത് തന്നെ അവർക്ക് തിയറി പ്രാക്ടിക്കലിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ മിഷനോട് കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ഫുൾ ഫ്ലെഡ്ജ് ലാബ്, എക്സ്റേ മെഷീൻ്റെ, റേഡിയോളജിയുടെ റൂം, ലാബ്, അതേപോലെ തന്നെ ഒപ്റ്റോമെട്രിയുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും ഞങ്ങളിവിടെ ഈ കോളേജിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളവരെ പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ കൊടുത്താണ് നമ്മൾ ആ കുട്ടികളെ പല പല സ്ഥലങ്ങളിൽ, കേരളത്തിൽ മാത്രമല്ല ഔട്ട് ഓഫ് കേരള വരെ നമ്മൾ കുട്ടികളെ ലൈക്ക് ചെന്നൈ, സേലം, പിന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ കുട്ടികളെ ജോലിക്ക് കയറ്റി അവർ നല്ല സാലറിയോട് കൂടിയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്നത് BSc MLT, MSc MLT, BSc റേഡിയോളജി, MSc റേഡിയോളജി, MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, MHA, ഇതിൻ്റെയൊക്കെ ഡിപ്ലോമ കോഴ്സുകളുമുണ്ട്. അതേപോലെ തന്നെ കേരള ഗവൺമെൻറ് അംഗീകരിച്ച CATS എന്ന് പറയുന്ന കോഴ്സുകളും നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ അഡ്മിഷൻസ് ഈ വർഷം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഇൻറ്റേർണൽ വർക്കുകളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ എല്ലാ ടീച്ചേഴ്സും ഇവിടെ ഞങ്ങൾ ഒരു ഫാമിലിയെ പോലെയാണ് മാഞ്ചസ്റ്റർ നടത്തിക്കൊണ്ട് പോകുന്നത്. വീക്കറായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി അവരെ പഠിപ്പിച്ച് മിടുക്കരാക്കി അവർ നല്ല ടെക്നീഷ്യൻസ് ആക്കി മാറ്റി ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ പുറത്ത് വിടുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഞങ്ങളുടെ 2 പെൺകുട്ടികൾ MOH എഴുതി അവർ പുറത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നു. അതിനൊക്കെ എനിക്ക് ആദ്യമേ നന്ദി പറയേണ്ടത് എൻ്റെ ഈശ്വരനോടാണ്. ഈശ്വരൻ ഞങ്ങൾക്ക് തരുന്ന ഓരോ കുട്ടികളെയും ഞങ്ങൾക്ക് നല്ല ഒരു മോഡലാക്കി മാറ്റുവാൻ, നല്ല ഒരു ടെക്നീഷ്യനായിട്ട് മാറ്റുവാനും, നല്ല സർവീസ് ഓറിയൻറ്റഡ് ആക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ സർവീസും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഇതിലുപരി ഞങ്ങൾ അവർക്ക് കലോത്സവം, ഓൾ കേരള പാരാമെഡിക്കൽ അസോസിയേഷൻ്റെ കലോത്സവം ഞങ്ങൾക്കിവിടെ കണ്ടക്ട് ചെയ്തു. ഈ വർഷം ഞങ്ങളാണ് അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് നേടിയതും മെഡിക്കൽ എക്സ്പോയ്ക്കും ഫസ്റ്റ് വന്നതും മാഞ്ചസ്റ്റർ തന്നെയാണ്. ഇതിനെല്ലാം ഞാൻ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ കുട്ടികളെയും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പേരൻസിനും ഞാൻ ഒത്തിരിയേറെ നന്ദി ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ ഈ കോളേജിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ആളുകളുണ്ട്, ഇതിൻ്റെ വെൽ വിഷേഴ്സുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഈ കോളേജിനുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുട്ടികൾക്ക് വേണ്ടി എല്ലാവിധ നന്മകളും ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. നമുക്കിവിടെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. തിയറി ക്ലാസ്സുകളോടൊപ്പം തന്നെ പ്രാക്ടിക്കൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 3 ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. MLTയും റേഡിയോളജിയും ഒപ്റ്റോമെട്രിയും. 3നും സെപ്പറേറ്റ് ഉള്ള ലാബുകളുണ്ട് നമുക്കിവിടെ. എൻ്റെ പേര് എൽദോ. ഞാൻ ഇവിടെ പഠിക്കുന്നത് BSc ഒപ്റ്റോമെട്രി സെക്കൻഡ് ഇയർ ആണ്. ഇവിടെ നമുക്ക് പഠിത്തത്തിനോടൊപ്പം കൾച്ചറൽ ആക്ടിവിറ്റീസ് ലഭിക്കുന്നുണ്ട്.